ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 28ൻ്റെ വ്ളോഗാണ് കേട്ടോ. ഇത് ഇടാൻ കുറച്ച് ലാഗായി പോയി, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്കനൊക്കെ ഭയങ്കര ഉറക്കമാണ്. ആദർശേട്ടനും അതെ, എനിച്ചിട്ടില്ല. ആദർശേട്ടൻ താഴെയായിട്ട് കിടക്കുന്നത്. ഞാൻ എനിക്ക് അടുക്കളയ്ക്ക് പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ ഭയങ്കര കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു സദ്യ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറും അവിയലും പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തിരക്കിലാണ് കേട്ടോ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. എല്ലാ സംഭവവും എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഇരുന്ന് അരിഞ്ഞുണ്ടാക്കി കൊടുക്കും. അപ്പം പിന്നെ നമുക്ക് വെക്കാൻ എളുപ്പമായില്ലോ. അപ്പം അമ്മമ്മ എല്ലാം സെറ്റാക്കി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഇതേ ഓരോ കാര്യങ്ങൾ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടോ. എല്ലാവരും എനിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ചേച്ചിയും ചേട്ടൻ തേച്ചപ്പനൊക്കെ ഉണ്ട്. അച്ഛൻ എന്നിട്ട് അച്ഛൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ കാര്യം നോക്കാൻ തോന്നുന്നു. അങ്ങനെ പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞിച്ചക്കൻ നൈസായിട്ട് വാശി പിടിച്ചപ്പോൾ അമ്മ ഇതേവനെ എന്നിട്ട് ഉറക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ആദർശേട്ടനൊക്കെ എനിറ്റു. പിന്നെ ചേട്ടൻ പോയിട്ട് നേരെ കുളിച്ച് ചായ കുടിക്കാട്ടോ. അപ്പം ഒന്ന് ചായക്ക് വെള്ളയപ്പും കാടമുട്ടയുടെ കറിയായിരുന്നു കേട്ടോ. അപ്പം ആദർശേട്ടൻ അത് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടന് വേറെ എന്തോ കറി അമ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പൊ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണയും മഞ്ഞളും തേക്കാത്ത കാരണം പെട്ടെന്ന് തന്നെ കുളി കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കുളിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ വെള്ളയപ്പും കാടമുട്ടയുടെ മറ്റേ മുട്ടക്കറി പോലെ ഞാൻ ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ. പിന്നെ ഇതേ അമ്മമ്മ ആദർശനം വീഡിയോ എടുക്കണ കണ്ടിട്ട് ഇതേ കപ്പോണ്ട് മുഖം പുത്തിരിക്കട്ടെ. പാവാട്ടെ അമ്മമ്മയ്ക്ക് ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചടപ്പാ. അമ്മമ്മയുടെ അടുത്ത് വല്ലവരും നിങ്ങളെ ഞാൻ വീഡിയോയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഷെയിമാണ്, നാണക്കേട് പോലെ. ആള് ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ. പിന്നെ അടുക്കളയിലും എല്ലായിടത്തും ഓരോരുത്തരും ഓരോ പണിയിൽ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ആകെ ഉണ്ണിക്ക് ചെയ്ത് കൊടുക്കണത് കണ്ണും പിരികും മാത്രം എഴുതി കൊടുക്കുക, അത്രയും കേട്ടോ. പിന്നെ വയമ്പും പീനാറിയും തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതാകെ ചെയ്യണുള്ളൂ. പക്ഷെ നമ്മൾ കൺമഷി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആകുമ്പോൾ ആദർശേട്ടൻ പോയിട്ട് ഇതേ കൺമഷിയൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. പിന്നെ തേജപ്പൻ്റെ കുളക്ക് കഴിഞ്ഞിട്ട് ചേച്ചിയും തേജപ്പനും കൂടി വെറുതെ എന്തോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കാജിലാണ് ഉണ്ണിക്ക് യൂസ് ചെയ്യണേന്ന്. നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു കൺമഷിയാണ് കേട്ടോ. വയമ്പും പീനാറൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അപ്പോൾ ആ ഒരു കൺമഷിയാണ് ഉണ്ണിക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ കുഞ്ഞിച്ചക്കൻ ഉറങ്ങി എന്നിട്ട് അവനെ കുളിപ്പിക്കാൻ അമ്മ കൊണ്ടുപോകട്ടെ. അപ്പൊ അമ്മയും ആദർശേട്ടനും കൂടിയിട്ട് ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാണ്. അപ്പൊ ഉണ്ണീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ ഗ്യാപ്പിൽ ഞാൻ വേഗം എന്റെ മുടി ഉണക്കണ്ട, അല്ലെങ്കിൽ മുടി ആകെ ഇങ്ങനെ എന്തോ പോലെ നിൽക്കും. അപ്പൊ ഞാനിന്ന് ഷാമ്പു ഒക്കെ ഇട്ട് മുടി ഫുള്ള് സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും എണ്ണ തേച്ചിട്ടല്ലേ ഉണ്ടാവുക. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഉണ്ണിയുടെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ണിക്ക് മറ്റേ ചന്ദനല്ല വയമ്പും പീനാറിയും അരയ്ക്കേണ്ട ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ തേജപ്പൻ്റെ ആയിരുന്നു. തേജപ്പൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ അവൻ്റെ 28 വാങ്ങിച്ച സംഭവമാണ് കേട്ടത്. അപ്പൊ അത് ഉണ്ണിക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ അത് വേഗം കഴുകി വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ആദർശേട്ടനും പോയിട്ട് കഴുകാൻ പോയതായിരുന്നു. കുഞ്ഞിച്ചക്കനെ ഇതേ അമ്മ കുളിപ്പിച്ചിട്ട് അവിടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേജു ചേട്ടന് ഇപ്പുറത്ത് ചേച്ചി ഇതേ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ആദർശേട്ടനും പോയിട്ട് ഞാനല്ലാട്ട് കഴുകണേ. ആദർശേട്ടൻ ഇതേ മറ്റേ ഈ ഒരു സംഭവം ഒക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറേ വർഷമായി. ഇപ്പൊ തേച്ചപ്പുണ്ടായിട്ട് 6 വർഷമായി നമ്മുടെ വീട്ടിലിരിക്കുന്നത്. ഇത് കല്ലല്ല, എന്താ സംഭവം എനിക്ക് സത്യം പറയാൻ അറിയില്ല ഗൈസ്. അങ്ങനെ ഇതേ കുഞ്ഞിച്ചക്കൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് റീനമ്മ വരുമ്പോൾ വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത് ഇട്ട് കൊടുക്കാട്ടോ. നമ്മൾ ഇവനെ ആദ്യമായിട്ടല്ലേ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പൊ അത് ഇട്ടിട്ട് കാണാൻ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവനത് ലൂസാവോ, ഇനി മറ്റേ കന്നാസും കടലാസും പോലത്തെ ഉള്ള അങ്ങനെയാവോ എന്നൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ അവനത് കുഴപ്പമുണ്ടായിരുന്നു ചേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. കറക്റ്റ് അളവ് നോക്കിയിട്ട് തന്നെയായിട്ട് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേം അവനങ്ങനെ കളിപ്പിച്ചുകൊണ്ട് കേട്ടോ. നമ്മള് ആരും ഇല്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്നും ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കാന്ന്. അങ്ങനെ ഞാനും ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിട്ട് നിൽക്കട്ടെ. അപ്പൊ അമ്മ ഇതേ ഉണ്ണീനെ കളിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മളെ ചുറ്റും അവൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ്റെ അടുത്ത് ഓരോ വർത്താനം പറയുമ്പോൾ അവൻ നമ്മുടെ അടുത്ത് ഓരോന്ന് റെസ്പോണ്ട് ചെയ്യണതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാനിട്ടാ. പിന്നെ ഇതേ അമ്മ ആദർശേട്ടനുള്ള മുണ്ട് തപ്പട്ടെ. ആദർശേട്ടൻ ടീഷർട്ടും പാൻറ്റും ആയിട്ടുണ്ടായിരുന്നേ. കാരണം ആര്യമ്പാടത്തേക്ക് പോകുമ്പോഴേ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെ വെക്കിയതായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഈ ടീഷർട്ട് തന്നെ ഇടാം, അതിൻ്റെ മുകളിൽ മുണ്ടെടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ എടുത്തുവിട്ടാ. പിന്നെ ഇത് അവൻ്റെ അച്ഛമ്മ ഇത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ പിരികം. അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പിരികം വരയ്ക്കും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ ഭംഗിയിൽ പിന്നെ നമ്മൾ മാറ്റി എഴുതി കൊടുക്കുക. അപ്പോൾ അവൻ്റെ അച്ഛമ്മയാണ് അവന് പിരികും അതുപോലെ തന്നെ വയമ്പും പീനാറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് ഇത്രയായിട്ട് നമ്മൾ ചെയ്തുള്ളൂ. ഇപ്പോൾ 28 നമ്മൾ ചിരട് കെട്ടുക, പിന്നെ കരിവാള ഇടുക. കരിവാള ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മളത് 56 ഉണ്ടാവുക. പിന്നെ ഇതേ മാങ്ങ ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇതേ തേജപ്പനം തോന്നുന്നു കൊണ്ടുകൊടുക്കുന്നത്. അങ്ങനെ ഇതേ എല്ലാവരും കൂടി ഇത് മാങ്ങ കഴിക്കാട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അർജുമാമനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അർജുമാമൻ ഇതേ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ചേച്ചി വലിച്ച് പുറത്തേക്കുണ്ട് കേട്ടോ. ഇവരെന്തോ കളിക്കുക എന്തൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരുത്തൻ കട്ടിലിൻ്റെ അടിയിൽ ഇവളോടെ പിടിയും വലിയും ഗുസ്തിയൊക്കെ ആട്ടോ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ കണ്ണ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ആദ്യം നമ്മൾ കൈ കൊണ്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം തുടച്ചിട്ട് നമ്മൾ ഉറക്കിയതിന് ശേഷം പിന്നെ വൃത്തിക്ക് നല്ല കട്ടിയിൽ എഴുതി കൊടുക്കട്ടെ ചെയ്യണേ. അപ്പോൾ ഇവനച്ചങ്ങ് ഉറങ്ങുന്നുമില്ല. ഇവനിങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആട്ടി ഇരിക്കാനിട്ടാവും. എനിക്ക് ഉണ്ടോളാണ് ശരിക്കും പറയാച്ചെങ്കിൽ കണ്ണും പുരുകൊക്കെ എഴുതിയിട്ട് കാണാനായിട്ട് ഇഷ്ടം. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കൺമഷി അങ്ങനെ പാടില്ല, നമ്മൾ കൺമഷി ഉണ്ടോൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. സംഭവം കൺമഷി അങ്ങനെ അധികം ഓവറായിട്ട് യൂസ് ചെയ്യണം നല്ലതൊന്നുമല്ല. എന്നാലും നമ്മളൊക്കെ കൺമഷിയൊക്കെ എഴുതിയിരുന്നല്ലേ. ഞാനായാലും അതെ, നിങ്ങളായാലും അതെ. പിന്നെ ഇപ്പം എൻ്റെ അറിവിൽ എൻ്റെ തേജപ്പൻ, എൻ്റെ ഇപ്പോൾ ദേവുട്ടൻ, അങ്ങനെ എനിക്കറിയണ പിള്ളേരൊക്കെ നമ്മളൊക്കെ കൺമഷി നല്ല രീതിക്ക് വരച്ചിട്ടാട്ടാ ഉണ്ണിയോളനൊക്കെ നടത്തിയാടുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ ഉണ്ണീനെ അത്യാവശ്യം എല്ലാ ദിവസവും കണ്ണും പിരികൊക്കെ എഴുതി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവന് കണ്ണും പിരികൊക്കെ എഴുതി കൊടുക്കൂട്ടോ. പിന്നെ ഇതാ അച്ഛനല്ല സോറി ഗൈസ്, ആദർശേട്ടനും വിനീഷേട്ടനും കൂടിയിട്ട് ഉണ്ണീനെ തൊട്ടിയിൽ കെട്ടാട്ടോ. ഇനിയിപ്പോൾ അവനെ തൊട്ടിൽ 28 കഴിഞ്ഞു വെച്ചാൽ നമ്മൾ തൊട്ടിൽ 27 എന്തോ കണക്കുണ്ട് തോന്നുന്നു. ഒന്ന് 10ാമത്തെ ദിവസം, പിന്നെ 15, പിന്നെ 28, അങ്ങനെ എന്തോ ഈ തൊട്ടിൽ കെട്ടാൻ ഇവിടെ കണക്കൊക്കെ പറയണ കേട്ടു. കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ. അപ്പോൾ എന്തായാലും 28 അന്ന് നമ്മൾ തൊട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഇതേ തൊട്ടിലിൻ്റെ കയറൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കാട്ടോ. ഇവരിപ്പോൾ ഒരു നല്ല അടിപൊളി തൊട്ടിൽ കൊളാബ് കിട്ടിയത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മ തുണിയോണ്ട് മുണ്ടോണ്ട് ഒരെണ്ണം തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശേട്ടൻ പോയിട്ട് അമ്മേനെ കൂട്ടി വരുമ്പോൾ ആദർശേട്ടൻ വരണ വഴിക്ക് വേറൊരു തൊട്ടിലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് ഇതേ കുറേ തൊട്ടിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം അവൻ്റെ അച്ഛൻ വാങ്ങിച്ച് തൊട്ടിൽ കെട്ടാന്ന് പറഞ്ഞിട്ട് ഇതേ അതാട്ട കെട്ടി കൊടുക്കുന്നത്. അങ്ങനെ അച്ഛനെ കൂടിയിട്ട് എൻ്റെ ഹൈറ്റൊക്കെ നോക്കാട്ടോ. അപ്പോൾ ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. തേജപ്പൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല. മറ്റേ ആ തൊട്ടിലിട്ട സംഭവം ഉണ്ടല്ലോ, കുളത്തിരണത്, ആ ത്രികോണ ഷേപ്പിൽ ആ സംഭവമൊക്കെ ആദർശേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ണീനെ എങ്ങനെയാട്ടോ കുളിപ്പിക്കുക. ഉണ്ണീനെ കുളിപ്പിച്ചതിന് ശേഷം വയമ്പും പീനാറിയും കൊടുക്കും, പിന്നെ കണ്ണെഴുതി കൊടുക്കും. ആ ഒരു ഇത് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മക്കളൊക്കെ വെക്കേഷനല്ല എല്ലാവരും എത്തും. അപ്പോൾ അവരൊക്കെ അവരുടേതായ കളികളിൽ ഇങ്ങനെ മുഴുകിയിരിക്കാനിട്ടാ. പിന്നെ ഇവിടെ ഇതേ എല്ലാവരും തൊട്ടിൽ കെട്ടേണ്ട പരിപാടിയിലാണ്. ഞാൻ അപ്പുറത്ത് കുഞ്ഞിച്ചക്കൻ്റെ കണ്ണെഴുതിക്കൊണ്ട് ഇരിക്കട്ടോ. എനിക്ക് അച്ഛൻ ഫസ്റ്റ് ടൈം എൻ്റെ കണ്ണെഴുതുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണെഴുതാൻ എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണെഴുതാനും ഒക്കെ പറ്റിയത്. അത് കറക്റ്റ് സമയത്ത് കാണാനില്ല. പിന്നെ ഞാൻ തേജപ്പനൊക്കെ ഞാൻ എഴുതി കൊടുക്കാറ് നമ്മുടെ ചന്ദനത്തിരിയുടെ കത്തി കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ടും പിന്നെ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചന്ദനത്തിരിയുടെ സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ ഇതേ ഉണ്ണീനെ തൊട്ടിയിൽ ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ. അവിടെ കണ്ടുണ്ടാകുന്നു. ആൾക്കാരും എന്നൊക്കെ നാടാണ്ടതില്ല. ശ്രീധൂരി മാളെന്താ കൊടുന്നേന്ന്? മാളൊരു 5-6 കാറ്.
എന്തായാലും ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഇരിക്കണതല്ലേ, അപ്പം എന്തായാലും ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയി ഇരിക്കുമ്പോഴത്തെ ചുരിദാറായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ. എനിക്ക് അന്നും അധികം ഓവർ വയറുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഇപ്പോഴേക്ക് തോന്നുന്നു കുറേ വയറുള്ള കാരണം അത് ഭയങ്കര ലൂസാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടേ. പക്ഷേ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആ സമയത്ത് ഓവർ വയറില്ലാത്ത കാരണം ചുരിദാറിന് വലിയ ലൂസാവലോ അല്ലെങ്കിൽ ടൈറ്റ് ആവലോ ഒരു കുഴപ്പമില്ല, പണ്ടത്തെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കുഞ്ഞിച്ചങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ ഇതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാട്ടോ. അപ്പോൾ എനിക്ക് ആ ചങ്ങനെ ഇപ്പം എൻ്റെ മുഖം ഉണ്ടല്ലോ നല്ല വ്യത്യാസം വന്നു. കാരണം എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ പരന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരാഴ്ചൻ്റെ കാലുമൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാലുമത്തെ നീരൊക്കെ പറ്റിയോന്ന്. കാലുമത്തെ നീരൊക്കെ നന്നായിട്ട് മാറിയിട്ടോ. അപ്പോൾ കാലുമത്തെ നീരൊക്കെ മാറിയപ്പോൾ തന്നെ എൻ്റെ മുഖത്തിനും നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രസവരക്ഷയുടെ സംഭവം ഞാൻ ഓവറായിട്ടൊന്നും കഴിക്കണില്ല കേട്ടോ. ഇവിടെ എല്ലാ സംഭവം അമ്മ ഉണ്ടാക്കി തരും, പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് ഓവറായിട്ട് കഴിക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ അതൊക്കെ കുടിച്ചു തുടങ്ങിയിട്ടാണ്. സംഭവം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഞാൻ കുറേ കുസ്തി പിടിച്ചെങ്കിൽ കൂടിയിട്ട് പിന്നെ അമ്മയുടെ ഇത് നല്ല അട്ട് കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇത് കുടിച്ചിറക്കൂട്ടാ. പക്ഷേ ഉണ്ടല്ലോ, അത് കുടിച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ഈ തുടുത്ത പോലെ, തുടുക്കുക മീൻസ് ഭംഗിയില്ലാത്ത തുടുപ്പല്ല കേട്ടോ, ഭംഗിയില്ലാത്ത തടിച്ച മുഖം പോലെയൊക്കെ ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ 22 സമയമാകുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ നല്ല ഉണ്ടപ്പ് മുഖമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നീരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് മെലിഞ്ഞ പോലെ ആയതായിരുന്നു കേട്ടോ. ഉണ്ണിയുടെ മറ്റേ ന്യൂ ബോൺ ബേബി ഷൂട്ടിലൊക്കെ എനിക്ക് എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് മെലിഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ 28 ആയപ്പോഴേക്കും എനിക്ക് മറ്റേ കണ്ട കഴുത്തിൻ്റെ അല്ല താടിയുടെ അടിയിലൊക്കെ ആടാന്ന് പറയില്ലേ, ആ സംഭവമൊക്കെ നന്നായി വന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. എടുത്തെടുത്ത് പടലൊക്കെ ഉണ്ടാവില്ല. സർപ്രൈസ് ഗിഫ്റ്റ് തരും. എന്ത് തരും? അതൊക്കെ തരും. എന്ത് തരും? എന്ത് തരും എന്ന് പറഞ്ഞ കഴിക്ക. എന്ത് തരും? ഇതൊക്കെ തരും അങ്ങോട്ട്. എനിക്ക് ചലഞ്ചാ, ഞങ്ങളെ ആനിവേഴ്സറി ചലഞ്ചാ. അതൊക്കെ ഉണ്ടാവും. അത് മാളു കഴിക്കും. മാളു ഇല്ല, ആരിപ്പോ കഴിക്കട്ടോ. അത് കഴിക്കി. എന്തിട്ടാ എനിക്ക് തരിക? എനക്ക് എന്താ വാങ്ങി തരും. കഴിച്ചോട്ട് വേഗം. പച്ചക്കറ ചെറുതാ മോളെ, അതൊന്നും അല്ലതാ. ഞാൻ പൊട്ടിക്കാം. അത് പൊട്ടിച്ചോ. ആ പക്കാ ചെറുതെടുത്ത് കഴിക്കല്ലേ മാളു. ആ കഴിക്കാൻ നോട്ടെ. ഫുള്ള് കഴിക്ക്, രസണ്ട്. കടന്ന് അവിടെ കറക്റ്റടക്കണം കേട്ടോ ഇനിഷേട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമാരുടെയും അതുപോലെ തന്നെ അമ്മമ്മേനെയും അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് എടുക്കാട്ടാ. അപ്പം എൻ്റെ മുഖം നോക്ക്, ആകെ തടി വെച്ചിട്ട് എന്തോ പോലെയുണ്ട് കേട്ടോ. നമ്മുടെ തേജപ്പനും ദേവട്ടും കൂടിയിട്ട് അപ്പുറത്തിരുന്ന് നല്ല കളിയാണ് കേട്ടാ. അങ്ങനെ ഇതേ കുഞ്ഞിച്ചക്കനച്ചങ്ങ അവൻ്റെ അമ്മമ്മയുടെ അടുത്തും അച്ഛമ്മയുടെ അടുത്തും മാറി മാറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കട്ടാ. ആള് പിന്നെ വലിയ അലമ്പൊന്നും കാണിച്ചില്ല, അങ്ങനെ കൂളായിട്ട് ഇരുന്നു കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് അച്ചങ്ങ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. ഇത് അമ്മയും ആദർശനും കൂടിയിട്ട് അമ്മ ട്രെയിൻ ഇറങ്ങിയിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവന്. ഞങ്ങൾ സത്യം പറയാച്ചങ്ങാണ്ട് 28 അവന് ഡ്രസ്സ് എടുക്കുക, അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളന്ന് 28 ഫംഗ്ഷൻ വെക്കേണ്ടത് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ പോയിട്ട് നമ്മൾ തുണിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു തയ്പ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് 3 പേർക്ക് ഒരേപോലെ ഉള്ളത്. പക്ഷെ അതൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവൻ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കണമെന്നോ അങ്ങനത്തെ ഒരു ഐഡിയ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അവൻ്റെ അച്ഛനും അമ്മമ്മയും കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കട്ടോ. അപ്പോൾ ചേച്ചിയാണോ ഞാനാണോ അതൊക്കെ എടുത്തു കൊടുക്കണേ. പിന്നെ ഇത് നമ്മുടെ അമ്മമ്മയുണ്ട്. അമ്മമ്മയ്ക്ക് അച്ഛൻ ഫോട്ടോ എടുക്കാൻ ഭയങ്കര നാണാണ്. ലാസ്റ്റ് അമ്മ ഇതേ പിടിച്ച് വലിച്ചു കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അമ്മമ്മയ്ക്ക് ഭയങ്കര നാണാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അമ്മമ്മയുടെ ഒപ്പമുള്ള ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് മാളുമായിട്ട് ഈ വീഡിയോസൊക്കെ എടുക്കണേ. അപ്പോൾ ഈശയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ
എന്തുട്ട് അങ്ങനെ ഇരുന്ന് എടുക്കണേന്നൊക്കെ കേട്ടാ. ആദർശായിട്ട് ഇതേ ആദർശാന്റെ മൂക്കുമ്പോ ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. മൂക്കുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റി അറിയാലോ, ഫുള്ള് തലയായിട്ടോ തലയമൊക്കെ വേദനിക്കില്ലേ. അപ്പൊ ആദർശാൻ ആകെ വെയ്യാട്ടോ തലയൊക്കെ വേദനിച്ചിട്ട്. അപ്പോൾ ചേച്ചി ഇതേ വിനീഷേട്ടൻ്റെ മുടിയൊക്കെ മസാജ് ചെയ്തവർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ വിനീഷേട്ടനല്ല ആദർശേട്ടനും മമ്മിയും മുണ്ണിയൊക്കെ കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കട്ടാ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ എവിടെയും പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലേ, നമ്മൾ വെറുതെ നമ്മുടെ ഒരു സന്തോഷത്തിൽ ഇതിങ്ങനെ ഫോട്ടോസ് എടുക്കട്ടാ. അങ്ങനെ ഇത് കുഞ്ഞിച്ചക്കൻ അപ്പൊ നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാവം. പിന്നെ ഞാൻ അടുത്തുണ്ടായിട്ട് ഫീഡൊക്കെ ചെയ്യിപ്പിച്ച് അവനൊന്ന് ഉഷാറാക്കിയിട്ട് പിന്നെ വീണ്ടും കെടുത്തി ഉറക്കിയിട്ടാ. അതിന് ശേഷം ഇതേ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഉണക്കി പാൽ കൊടുക്കായിരുന്നു കേട്ടോ. എനിക്ക് ഇവരോടൊപ്പം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയ്ക്ക് തട്ടിക്കൂട്ടി കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. നമുക്കിപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ട കാരണേ തീരെ സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുള്ള സ്പേസിൽ നിലത്തിരുന്നിട്ടാ കഴിക്കണേ. അപ്പോൾ ആദർശേട്ടനും ഉണ്ണിയോളും തേജപ്പനും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ എവിടെയെന്നൊക്കെ പുറമിലൂടെ എന്നെ ഫീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞു തോന്നുന്നു. അല്ലാതെ ഞാൻ വാതിൽ തുറന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതിലിങ്ങനെ വാതിൽ തുറന്നിട്ടുണ്ട്, ഞാൻ എവിടെയാന്ന് എനിക്ക് പോലും അറിയില്ല സത്യം പറയാൻ കേട്ടാ. അങ്ങനെ ഇതേ ദേവുട്ടനൊക്കെ കൂടിയിട്ട് ദേവുട്ടനും തേജപ്പനും ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കാൻ അമ്മ മത്സരം വെപ്പിച്ചാൽ മതി. അപ്പൊ രണ്ടുപേരും വേഗം ഫാസ്റ്റ് ആയിട്ട് കഴിച്ചോളും. അല്ലെങ്കിൽ എന്റെ തേജപ്പൻ ഫുഡ് കഴിക്കില്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര മടിയാണ്. ദേവുട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും വയറ്റിക്ക് ചാടിക്കൂട്ടാ. അമ്മേനെ കണ്ടപ്പോഴാ മനസ്സിലായത് ഞങ്ങളെ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവന് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അത് മറ്റേ ടിഷ്യൂൻ്റെ അല്ല. അപ്പൊ അവന് ചൂടെടുക്കുമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവനെ വീണ്ടും ഫീഡിപ്പിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ ഇത് ചേച്ചിയും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ, ചേച്ചിയും മാളു. പിന്നെ ഇത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് ഇലയിൽ കഴിക്കണ്ടെങ്കിൽ പായസമൊക്കെ ഉള്ളപ്പോൾ ഇലയിൽ കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പൊ പുറത്ത് എല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. പിന്നെ തെങ്കാശിപ്പട്ടിന സിനിമയൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇലയിൽ വേണ്ട പ്ലേറ്റിൽ കഴിക്കാൻ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് നിലത്തിരിക്കാനും വയ്ക്കില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു സോഫയിൽ ഇരുന്നിട്ട് പ്ലേറ്റിലിരുന്ന് കഴിച്ചോളാൻ. അപ്പൊ ഞാൻ ഇതേ പ്ലേറ്റിലിരുന്ന് കഴിക്കട്ടെ. നല്ല സാമ്പാറും പിന്നെ അവിയല്, കേബേജ് ഉപ്പേരി, പപ്പടം, പിന്നെ സേമിയത്തിന്റെ പായസം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു സദ്യയായിരുന്നു. പിള്ളേരവിടെ കളിക്കാട്ടോ ഒളിച്ചപ്രാന്തിയൊക്കെ. അതിന് ശേഷം നമ്മളെല്ലാവരും നല്ല ചൂടാണല്ലോ, നമ്മളെല്ലാവരും വേഗം ഓടി റൂമിന്റെ ഉള്ളിലേക്ക് കയറി AC ഇട്ടിട്ട് കിടക്കട്ടെ. അപ്പൊ അത് അവന്റെ മാളുമേമ അവനെ ഇരുന്ന് കളിപ്പിക്കട്ടെ. മൂപ്പര് ഇതേ കണ്ണും തുറന്നിട്ടിരുന്ന് കളിക്കട്ടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും റൂമിൽ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഫോണിലും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. അപ്പൊ അതിന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാ ഒരു 3 വർഷം മുന്നേ ഈ സമയത്ത് നമ്മുടെ കല്യാണമായിരുന്നു. അങ്ങനെ ഞാനും ആദർശേട്ടനും അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ചു നേരം കിടന്നുറങ്ങി അതിന് ശേഷം ഇതേ എല്ലാവരും ചായ കുടിക്കാനുണ്ട്. അപ്പോൾ മിച്ചറും മറ്റേ കൊള്ളിവറവ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. അമ്മാമ്മ ഞാൻ വീഡിയോ എടുക്കണമെന്നിട്ട് അമ്മാമ്മക്ക് ചിരിയും വരുന്നുണ്ട്. അമ്മമ്മ എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കാട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ വൈകിട്ടാകുമ്പോൾ അമ്മയ്ക്ക് ഇതേപോലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കുറെ അരിഞ്ഞ് നന്നാക്കി കൊടുക്കൂട്ടാ. പിന്നെ വൈകിട്ടാകുമ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദർശേട്ടന് മാത്രം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതേ ഓരോ പണികളിലാണ് കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ എവിടെയോ പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. പിന്നെ അതിന്റെ ഇടയിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഓരോരോ പണികളല്ല കേട്ടോ. ഉണ്ണിയെ നോക്കാം, പിന്നെ ആരെങ്കിലും ഒക്കെ വരും. അപ്പൊ നമുക്ക് വീഡിയോസ് എടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ രാത്രി ആകുമ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊന്നും കേക്ക് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അടുത്തൊന്നും നമുക്ക് നല്ലൊരു കേക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ ആദർശേട്ടൻ വേറെ എവിടേക്കോ പോയിട്ട് കേക്ക് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വന്നോട്ടാ. അങ്ങനെ ഇതേ നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞ് കേക്കൊക്കെ നമ്മുടെ കുഞ്ഞിച്ചൊക്കെ ഉണ്ടായിട്ട് ആദ്യമായിട്ടുള്ളൊരു വെഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപ്പൊ കേക്ക് കഴിച്ച് മടുത്ത്. എപ്പോഴും കേക്ക് ഒക്കെ നമുക്ക് ഈ മാർച്ചിലായാലും ഇതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ 2-3 കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക്, പിന്നെ ഹോസ്പിറ്റലില്, പിന്നെ എവിടെയാ അങ്ങനെ കുറച്ച് കേക്കുകൾ അധികം മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ കേക്കൊക്കെ മുറിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.